സുരേഷ, പുതിയ പിള്ളേരന്മാരുടെ പോക്ക് കാണുമ്പോൾ വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഇന്നലെ ഒരുത്തൻ വണ്ടിക്ക് ചാടി ചത്തു. മെനിഞ്ഞാന്ന് ഒരു കാരണവുമില്ലാതെ ഒരുത്തി തൂങ്ങിച്ചത്തു. കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ വീട്ടിൽ കയറി വെട്ടിക്കൊണ്ടു. മരുന്നടിച്ച് ബൈക്കോടിച്ച് റോട്ടിൽ ചിതറിപ്പോയി വേറൊരുത്തൻ. എന്നൊക്കെ അറിയാമല്ലോ, പണ്ടൊക്കെ രഹസ്യമായിട്ട് പോലും ഒരു ബീഡി കത്തിക്കാൻ നമ്മൾ പേടിച്ചിരുന്നു. ഇപ്പോൾ പരസ്യമായിട്ട് ആ ചെക്കന്മാർ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് ബോഡി കത്തിക്കുന്നത്. സുരേഷ, പണ്ടൊക്കെ നമുക്ക് ലഹരി എന്ന് പറഞ്ഞാൽ നാട് നീളെ തെണ്ടലായിരുന്നു, നാടകം കാണലായിരുന്നു. ഇത് ഭൂമിയാണ്. ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഞാൻ മുമ്പിലും ഈ വയ്യിലും 3 പഞ്ചായത്ത് മുഴുവൻ നമ്മൾ സൈക്കിളുമേക്കെ ഇറങ്ങിയില്ലേ. നമുക്ക് ലഹരി എന്ന് വെച്ചാൽ കലയായിരുന്നു, പുകയിലയായിരുന്നില്ല. കുഞ്ചൻ നമ്പ്യാരായിരുന്നു ലഹരി, കഞ്ചാവായിരുന്നില്ല. MT ആയിരുന്നു ലഹരി, MDMA ആയിരുന്നില്ല. മയക്കോസ്കി ആയിരുന്നു ലഹരി, മയക്കുമരുന്നും ബിസ്കിയുമായിരുന്നില്ല. ചങ്ങമ്പുഴയും ചങ്ങാതിമാരുമായിരുന്നു ലഹരി, ചരസും ചാരായവുമായിരുന്നില്ല. സുരേഷ, നമ്മുടെ കാലത്തിൻ്റെ പോക്ക് കാണുമ്പോൾ നമ്മക്കൊരെത്തും പിടിയും കിട്ടണില്ല. ഈ ഓർക്കുന്നുണ്ടാ, പണ്ട് തെക്കുന്നൊരു കവി വന്ന് മോന്തിക്ക് കവലയിൽ പന്തം കുത്തി കവിത ചൊല്ലിയത് ഞാൻ അറിയോ? ആ പന്തത്തിൻ്റെ ആളല് ഇപ്പോഴും നമ്മുടെ എഞ്ചിന്മേലുണ്ട്. നമ്മുടെ കാലത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഒരെത്തും പിടിയും കിട്ടണില്ല. പൊത്തനെ കത്തിച്ചാമ്പലായ ഒരു പെരേപ്പെട്ടു പോയിട്ടും തീയണയ്ക്കാനെ കൊണ്ട് ആരെങ്കിലും വരുമെന്ന് കാത്തിരിക്കണ പോയത്തക്കാരാ നമ്മളെന്ന ഞാൻ വിചാരിക്കണേ. എങ്കിലും ആരെങ്കിലും വരുമായിരിക്കും, കവിതയും കരുണയുമായിട്ട്. ഇല്ലേ? നന്ദിയുണ്ട്. സോമൻ കടലൂർ. കവിത പോയത്തക്കാരുടെ പോയട്രി.